ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ആക്രമണം ശക്തമാക്കുകയാണ് ഇറാൻ. അബുദാബിയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച 5 ഇന്ത്യക്കാരടക്കം 12 പേർക്കാണ് പരിക്കേറ്റത്. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ കുവൈത്തിലെ എണ്ണ ശുദ്ധീകരണശാലയിൽ തീപിടുത്തവുമുണ്ടായി. തുടർച്ചയായ 35ാം ദിവസവും ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം തുടരുകയാണ് ഇറാൻ. അബുദാബിയിൽ 2 ഇന്ന് ആക്രമണം നടത്തിയത്. ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞെങ്കിലും അജ്മാനിൽ മിസൈൽ അവശിഷ്ടം വീണ് 12 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേർ ഇന്ത്യക്കാരും 7 പേർ നേപ്പാൾ സ്വദേശികളുമാണ്. ഹഷ്ബാൻ ഗ്യാസ് കേന്ദ്രത്തിലും മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് തീപിടുത്തമുണ്ടായി. ഇറാൻ ആക്രമണത്തിൽ UAEയിൽ പരിക്കേറ്റവരുടെ എണ്ണം 203 സുരക്ഷാ നടപടികളുടെ ഭാഗമായി ദുബായിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഹിന്ദു സിഖ് ആരാധനാലയങ്ങളിലും പൊതുപ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ദുബായ് ജബൽ അലിയിലെ ഹിന്ദു ക്ഷേത്രവും അബുദാബിയിലെ ബാബ്സ് മന്ദിറും താൽക്കാലികമായി അടച്ചു. ദുബായിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് ദുഃഖവെള്ളിയുടെ ഭാഗമായുള്ള തിരുക്കർമ്മങ്ങളും ഉണ്ടായിരുന്നില്ല. ചില പള്ളികൾ ഓൺലൈനായി പ്രാർത്ഥനയ്ക്ക് സൗകര്യമേർപ്പെടുത്തി. കുവൈത്തിനെ ലക്ഷ്യമാക്കിയും ഇറാൻ ഇന്ന് ആക്രമണം നടത്തി. ഡ്രോൺ ആക്രമണത്തിൽ മിനാൽ അഹമ്മദി എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് തീപിടിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കിയതായും ആർക്കും പരിക്കില്ലെന്നും കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിലെ വിവിധ മേഖലകളിലേക്കും ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചു. നിരവധി ഡ്രോണുകൾ തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ ആക്രമണങ്ങളെ തുടർന്ന് ബഹ്റൈനിലും പുലർച്ചെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. റിപ്പോർട്ടർ, മിഡിൽ ഈസ്റ്റ്.